യുദ്ധക്കൊതിയും നൊബേൽ മോഹവും തീരുവ യുദ്ധത്തിന്റെ പുതിയ പതിപ്പും ചർച്ചയായ വാരമാണ്. ഇന്ത്യയുമായി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞ ട്രംപ് ഇന്ത്യൻ മരുന്നുകൾക്ക് 100% തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നു. വീണ്ടും സുഹൃത്തിന്റെ ചതി. ലോകരാഷ്ട്രങ്ങൾ ഒന്നായി വിമർശിക്കുമ്പോഴും പലസ്തീനെ സ്വതന്ത്രമാക്കില്ലെന്ന് പറഞ്ഞ് യുദ്ധവെറിയുമായി നെതന്യാഹു മുന്നോട്ടു പോകുന്നു. ആഗോള കാര്യങ്ങളിലുള്ള യൂറോപ്പിന്റെ സ്വാധീനം കുറഞ്ഞു വരുന്നു. ഇതിനിടെ ആണവശക്തിയിൽ അപ്രമാദിത്വത്തിനായി ഉത്തര കൊറിയയുടെ രഹസ്യ പദ്ധതികൾ. അങ്ങനെ സംഭവ ബഹുലമായ പോയ വാരത്തെ ലോക കാഴ്ചകളിലേക്ക് സ്വാഗതം. ഒരു കൈ കൊണ്ട് തലോടുകയും ഒരു കൈ കൊണ്ട് അതേസമയം തന്നെ തല്ലുകയും ചെയ്യുന്ന ട്രംപ് ഇന്ത്യയുമായുള്ള അകൽച്ച ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് കഴിഞ്ഞ ആഴ്ച ട്രംപ് പറഞ്ഞിരുന്നു. മോദിയുമായി നേരിട്ട് ചർച്ച നടത്താൻ ട്രംപ് തയ്യാറെന്ന് US സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റും പറഞ്ഞ് മണിക്കൂറുകൾ കഴിയും മുൻപ് ഇന്ത്യൻ മരുന്നുകൾക്ക് ഇതാ 100% തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നു. ട്രംപിന്റെ ഉദ്ദേശശുദ്ധി വിശകലനം ചെയ്യുക അതീവ ദുഷ്കരമാണ്. എന്തായാലും ട്രംപിന്റെ ഈ അടുത്ത തീരുവച്ചതി ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തിന് കനത്ത തിരിച്ചടിയാകുമോ? നോക്കാം. ഇന്ത്യയുമായി വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ തീരുവ യുദ്ധം കൂടുതൽ കടുപ്പിക്കുകയാണ് യുഎസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ മരുന്നുകൾക്ക് 100% തീരുവ. പ്രഖ്യാപനം വന്നത് പതിവ് പോലെ ട്രംപിന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ. ഒക്ടോബർ 1 തീയതി മുതൽ തീരുവ പ്രാബല്യത്തിൽ വരും. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്കാണ് തീരുവ ഏർപ്പെടുത്തുന്നത്. എന്നാൽ അമേരിക്കയിൽ ഫാക്ടറി സ്ഥാപിച്ച് മരുന്നുൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് തീരുവ ബാധകമാകില്ല. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ബ്രാൻഡഡ് പേറ്റന്റ് കമ്പനി മരുന്നുകൾക്കും നികുതി ബാധകമാകും. ഇന്ത്യയുടെ ഏറ്റവും വലിയ മരുന്ന് വിപണിയാണ് US. അതുകൊണ്ട് തന്നെ ഈ കടുത്ത തീരുവ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ മേഖലയെ പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ US-ലേക്ക് ഏറ്റവും അധികം മരുന്നുകൾ എത്തിക്കുന്നത് ഇന്ത്യയാണ്. 2023-2024 കണക്കുപ്രകാരം $870 കോടി, അതായത് ഏകദേശം 77,000 കോടി രൂപയുടെ മരുന്നുകൾ ഇന്ത്യ US-ലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഇന്ത്യയുടെ മൊത്തം മരുന്ന് കയറ്റുമതിയിൽ 31% വിഹിതവുമായി അമേരിക്കയാണ് ഏറ്റവും വലിയ വിപണി. ഇന്ത്യൻ മരുന്ന് നിർമ്മാണ കമ്പനികളുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സും അമേരിക്കയാണ്. US-ലേക്കുള്ള ഇന്ത്യയുടെ മൊത്തം വാണിജ്യ ഉൽപ്പന്ന കയറ്റുമതിയിൽ 11% മരുന്നുകളാണ്. 2025 ആദ്യ പകുതിയിൽ $3.7 ബില്യൺ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിലേക്ക് ഇന്ത്യയിൽ നിന്ന് കയറ്റി അയച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ ഫാർമ മേഖലയിൽ $27.9 ബില്യൺ കയറ്റുമതിയാണ് ഉണ്ടായത്. ഇതിൽ 31%, ഏകദേശം 77,231 കോടി രൂപ അമേരിക്കയിലേക്കായിരുന്നു. ട്രംപിന്റെ പുതിയ തീരുമാനം ബാധിക്കുക ബഹുരാഷ്ട്ര കമ്പനികൾക്ക് ആധിപത്യമുള്ള ബ്രാൻഡഡ് പേറ്റന്റ് ചെയ്ത മരുന്നുകളെയാണെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള ജനറിക് സ്പെഷ്യാലിറ്റി മരുന്നുകൾ പരിശോധനയ്ക്ക് വിധേയമാകുമോ എന്ന് വ്യക്തമായിട്ടില്ല. അതേസമയം അമേരിക്കയിൽ പ്ലാന്റുള്ള ഇന്ത്യൻ കമ്പനികൾ പക്ഷേ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോഴും ട്രംപ് വ്യക്തമാക്കുന്നത് ഒക്ടോബർ 1 ശേഷം സ്ഥാപിക്കുന്ന പ്ലാന്റുകൾക്ക് ഇത് ബാധകമായിരിക്കും എന്ന് തന്നെയാണ്. ഇതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്തെന്നാൽ അമേരിക്കൻ പൗരന്മാരെ തന്നെ ട്രംപിന്റെ തീരുമാനം ബാധിക്കുന്നു എന്നതാണ്. ഇന്ത്യൻ മരുന്നുകളാണ് അമേരിക്കൻ വിപണി കീഴടക്കിയിരിക്കുന്നത് എന്നതിനാൽ അമേരിക്കക്കാർ മരുന്ന് വാങ്ങണമെങ്കിൽ ഇനി ഉയർന്ന തുക നൽകേണ്ടി വരും. 50% തീരുവ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വിലക്കയറ്റം അമേരിക്കയുടെ മരുന്ന്, വസ്ത്ര, ഭക്ഷ്യ വിപണിയെ അടക്കം ബാധിച്ചിരുന്നു. ഇപ്പോൾ 100% തീരുവയായപ്പോൾ സാധാരണക്കാരായ അമേരിക്കക്കാരുടെ ദൈനംദിന ബജറ്റ് തന്നെ പാടെ അവതാളത്തിലാകും.
റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിലാണ് ഇന്ത്യക്കെതിരെ ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ 50% തീരുവ ചുമത്തിയത്. ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ തീരുവ ചുമത്തുന്നു എന്ന പേരിൽ ആദ്യം 25% തീരുവ ചുമത്തിയ ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന പേരിൽ ഓഗസ്റ്റ് 27 മുതൽ ഇത് 50% വർദ്ധിപ്പിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മരുന്നുകൾക്ക് 100% വരെ തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ ഉപയോഗിക്കുന്ന ജനറിക് മരുന്നുകളിൽ 45%, ബയോസിമിലർ മരുന്നുകളിൽ 15% ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നവയാണ്. ഡോക്ടർ റെഡ്ഡീസ്, ഓറോബിൻഡോ ഫാർമ, സൈഡസ് ലൈഫ് സയൻസസ്, സൺ ഫാർമ, ഗ്ലാൻഡ് ഫാർമ തുടങ്ങിയ കമ്പനികളുടെ വരുമാനത്തിന്റെ 30 മുതൽ 50% അമേരിക്കൻ വിപണിയിൽ നിന്നാണ്. ഇന്ത്യയെ മാത്രമല്ല, യൂറോപ്യൻ യൂണിയനെയും കാനഡയും അടക്കം ഈ പ്രഖ്യാപനം ബാധിക്കും. ട്രംപിന്റെ പുതിയ തീരുവ പ്രഖ്യാപനം ആഗോള സമ്പദ് വ്യവസ്ഥയെ ആകെ ഉലയ്ക്കുമെന്നും വ്യാപാര യുദ്ധം പുതിയ തലത്തിലേക്ക് കടക്കുമെന്നുമുള്ള വിലയിരുത്തലും ഉണ്ട്. US പൗരന്മാരെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന തീരുമാനത്തിനെതിരെ US ഫെഡറൽ കോടതി തന്നെ ട്രംപിനെ വിമർശിച്ചിരുന്നു. ട്രംപ് തന്റെ അധികാരം ദുരുപയോഗം ചെയ്തെന്നും ഈ തീരുവകൾ വിദേശ രാജ്യങ്ങളുമായി വിലപേശാനും അവരെ സമ്മർദ്ദത്തിലാക്കാനും ഉപയോഗിച്ചെന്നുമാണ് കോടതി കണ്ടെത്തിയത്. ട്രംപിന്റെ നടപടി US ഭരണഘടനാ ലംഘനമാണെന്ന് നേരത്തെ അന്താരാഷ്ട്ര വ്യാപാര കോടതിയും വിധിച്ചിരുന്നു. വിമർശനങ്ങൾക്ക് വില നൽകാതെയാണ് ട്രംപ് നീക്കം തുടരുന്നത്. ട്രംപ് മനക്കോട്ട കെട്ടും പോലെ തീരുവ യുദ്ധം കൊണ്ട് ഇന്ത്യ അടക്കം വരുതിയിൽ നിർത്താൻ കഴിയില്ലെന്നും അയഞ്ഞില്ലെങ്കിൽ ഇന്ത്യയും റഷ്യയും ചൈനയും ഉൾക്കൊള്ളുന്ന ബ്രിക്സ് സംവിധാനം ശക്തിപ്പെടുമെന്നും അമേരിക്കയുടെ ലോക തലവൻ കളി അവസാനിക്കാൻ പോവുകയാണെന്നും മുന്നറിയിപ്പ് നൽകുന്നത് അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർ തന്നെയാണ്. വീണ്ടും വിചാരമുണ്ടായാൽ ട്രംപിന് നല്ലത്. പാശ്ചാത്യ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രപദവിയെ അംഗീകരിച്ച നടപടി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമാണ്. ചരിത്രപരമായ പലസ്തീൻ പ്രദേശത്ത് ഒരു ജൂതരാഷ്ട്രവും ഒരു അറബ് രാഷ്ട്രവും എന്ന ദ്വിരാഷ്ട്ര പരിഹാരം മാത്രമാണ് മുന്നിലുള്ളത്. എന്നാൽ മുൻകാലങ്ങളിൽ പലസ്തീനെ അംഗീകരിക്കാതിരുന്ന പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെ ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ? പാലസ്തീൻ അതോറിറ്റി ഈ തീരുമാനത്തെ വർഷങ്ങളുടെ നയതന്ത്ര പ്രവർത്തനങ്ങളുടെ വിജയമായി വാഴ്ത്തുമ്പോൾ ഇസ്രയേൽ ഇതിനെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള നീക്കമായാണ് കാണുന്നത്. സംഘർഷം നിറഞ്ഞ മേഖലയിൽ ഇതൊരു നിർണായക കാൽവെപ്പായി തോന്നാമെങ്കിലും യാഥാർത്ഥ്യത്തിൽ ഈ അംഗീകാരം നിലവിലെ സാഹചര്യത്തിൽ വലിയ മാറ്റമൊന്നും വരുത്താൻ സാധ്യതയില്ല. ബലം കൊണ്ടോ നയതന്ത്രം കൊണ്ടോ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നല്ല അത്. രണ്ട് ജനവിഭാഗങ്ങളും തങ്ങളുടേത് മാത്രമായി കരുതുന്ന ഒരേ ഭൂമിയിൽ രണ്ട് രാഷ്ട്രങ്ങൾ എന്നത് എക്കാലവും സാധ്യമായിരുന്നോ എന്നത് ഒരു ചോദ്യചിഹ്നമായി ഇപ്പോഴും നിലനിൽക്കുന്നു. ആയിരത്തി 1990കളിലും 2000ന്റെ തുടക്കത്തിലുമുണ്ടായ അവസാനത്തെ ഗൗരവമായ ശ്രമമായ ഓസ്ലോ പ്രക്രിയ പരാജയത്തിലാണ് കലാശിച്ചത്. പാശ്ചാത്യ രാജ്യങ്ങൾ അന്ന് വലിയ രാഷ്ട്രീയ മൂലധനം നിക്ഷേപിച്ചെങ്കിലും അത് കേവലം ഒരു ചർച്ചയുടെ തകർച്ചയായിരുന്നില്ല, മറിച്ച് ഒരു മിഥ്യാധാരണയുടെ തകർച്ചയായിരുന്നു. നേതാക്കളുടെ ദീർഘവീക്ഷണമില്ലായ്മ, വ്യക്തിപരമായ ശത്രുതകൾ, മോശം സമയം എന്നിവയെല്ലാം പരാജയ കാരണങ്ങളായി അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ മതം, ചരിത്രം, സ്വത്വം, ഭൗമരാഷ്ട്രീയം എന്നിവയിൽ വേരൂന്നിയ, സമന്വയിപ്പിക്കാൻ കഴിയാത്ത ആഴത്തിലുള്ള ഒരു സംഘർഷമാണ് ഇതിനു പിന്നിലെന്ന് ഇന്ന് വ്യക്തമാണ്. കഴിഞ്ഞ 30 വർഷത്തെ ശുഭാപ്തി വിശ്വാസം ഇന്ന് അപ്രത്യക്ഷമായി. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളുടെ അംഗീകാരം ഈ ശക്തി സന്തുലിതാവസ്ഥയെ ഒരു തരത്തിലും മാറ്റുന്നില്ല. ഇത് പലസ്തീൻ അതോറിറ്റിയെ കൂടുതൽ കാര്യക്ഷമമാക്കുകയോ നിയമപരമാക്കുകയോ ചെയ്യുന്നില്ല. വിദേശത്തു നിന്നുള്ള ധാർമ്മിക സമ്മർദ്ദം ഇസ്രയേലിന്റെ നയങ്ങളിൽ ഒരു സ്വാധീനവും ചെലുത്തുന്നില്ല എന്നത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ അംഗീകാരം ഒരുപക്ഷെ ഉദ്ദേശിച്ചതിന്റെ വിപരീത ഫലം വന്നു ഭവിക്കാനാകാം കാരണമാവുന്നത്. അതായത് ഗസയുടെ നിയന്ത്രണം ഉറപ്പിക്കാനും വെസ്റ്റ് ബാങ്ക് നിയമപരമായി പിടിച്ചടക്കാനുമുള്ള ഇസ്രയേലി ശ്രമങ്ങൾക്ക് ഇത് വേഗത കൂട്ടിയേക്കാം. ആഗോള കാര്യങ്ങളിലുള്ള യൂറോപ്പിന്റെ സ്വാധീനം കുറഞ്ഞു വരികയാണ്. അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ പോലും സ്ഥിരമായ നിലപാടെടുക്കാൻ കഴിയുന്നില്ല. പകരം അമേരിക്കയുടെ പിറകെ നടന്നു നീങ്ങുകയാണ് യൂറോപ്പ്.
ഈ ശക്തിയില്ലായ്മ മറച്ചു വെക്കാനാകാം ഇത്തരം നീക്കമെന്നും കരുതാം. എന്നിരുന്നാലും എന്തുകൊണ്ട് ഈ നീക്കത്തെ പിന്തുണയ്ക്കാതെ ജർമ്മനിയും ഇറ്റലിയും മാറി നിൽക്കുന്നു? ഈ സമയത്ത് പാശ്ചാത്യ രാജ്യങ്ങൾ ഇങ്ങനെയൊരു നീക്കം നടത്താനുള്ള കാരണം മിഡിൽ ഈസ്റ്റിലല്ല, മറിച്ച് പാശ്ചാത്യ ആഭ്യന്തര രാഷ്ട്രീയത്തിലാണ് നിലകൊള്ളുന്നത്. മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചു വരുന്ന യൂറോപ്യൻ സമൂഹങ്ങളിൽ ഇസ്രയേൽ പാലസ്തീൻ വിഷയം വളരെ വികാരപരമാണ്. മറ്റൊന്ന്, ക്ഷേമ സംവിധാനങ്ങളുടെ തകർച്ച, പൊതുധനകാര്യത്തിലെ ബുദ്ധിമുട്ടുകൾ, ജീവിത നിലവാരം സ്തംഭിക്കൽ തുടങ്ങിയ വർദ്ധിച്ചു വരുന്ന ആഭ്യന്തര സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് പാകിസ്ഥാനെക്കുറിച്ച് വാദമുന്നയിക്കുന്നത്. അതായത് തന്ത്രപരമായി കഴിവില്ലായ്മ മറച്ചുവെക്കാനുള്ള നീക്കമാണിതെന്ന് വ്യക്തം. സ്വന്തം പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത നേതാക്കൾ അവരുടെ ആഭ്യന്തര നാടകങ്ങൾക്കുള്ള ഒരു വേദി എന്ന നിലയിൽ പാകിസ്ഥാൻ പ്രശ്നത്തെ ഉപയോഗിക്കുകയാണ്. ഇതൊന്നും സമാധാന ശ്രമങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവില്ല. പലസ്തീൻ ജനതയുടെ ജീവിതം മെച്ചപ്പെടുത്തുകയോ ഇസ്രയേലിന്റെ നയം മാറ്റത്തിന് കാരണമാവുകയോ ഇല്ല. ഫ്രാൻസ്, ബെൽജിയം, പോർച്ചുഗൽ, ലക്സംബർഗ് തുടങ്ങിയ പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ നീക്കത്തിൽ പങ്കുചേർന്നതോടെ യൂറോപ്യൻ യൂണിയനിൽ ഒരു പുതിയ നയതന്ത്ര ഭിന്നത രൂപപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ജർമ്മനിയും ഇറ്റലിയും മാറി നിൽക്കുന്നതാണ് നിലവിലെ പ്രധാന ചർച്ചാ വിഷയം. ചരിത്രപരമായ പ്രതിബദ്ധതകളും രാഷ്ട്രീയമായ സങ്കീർണതകളും കാരണം ഇരു രാജ്യങ്ങളും പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഇസ്രയേലിന്റെ സുരക്ഷയെ സംബന്ധിച്ച ആശങ്കകളും സമാധാന ചർച്ചകളുടെ അഭാവവുമാണ് അവരുടെ ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. മാത്രമല്ല, ഇത് കൂടുതൽ ധ്രുവീകരണത്തിന് മാത്രമേ വഴിയൊരുക്കൂ എന്ന മുന്നറിയിപ്പും ഈ രാജ്യങ്ങൾ നൽകുന്നു. പലസ്തീൻ പ്രശ്നം ബലം കൊണ്ടോ പഴകിയ നയതന്ത്ര തന്ത്രങ്ങൾ കൊണ്ടോ പരിഹരിക്കാനാവില്ല. പകരം സംഘർഷത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു പുതിയ സമീപനമാണ് ഇവിടെ ആവശ്യം. നിലവിലെ രക്തച്ചൊരിച്ചിലുകൾക്ക് അന്ത്യം കുറിക്കുന്ന ശാശ്വത പരിഹാരമാണ് കണ്ടെത്തേണ്ടത്. നാളുകൾ ഇനിയും എത്ര കാത്തിരിക്കണമെന്ന് അറിയില്ല. സമാധാനം പുലരുമെന്ന പ്രതീക്ഷയോടെ ലോകം കാത്തിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല പ്രസ്താവനകൾ റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയിരിക്കുകയാണ്. റഷ്യയെ കടലാസ് കടുവ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ട്രംപിന്റെ ഈ നിലപാട് മാറ്റത്തിൽ ശക്തമായ പ്രതികരണവും റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. പക്ഷേ റഷ്യ കടലാസ് കടുവയാണെങ്കിൽ എന്തുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് കഴിയുന്നില്ലെന്ന ചോദ്യം മറുവശത്ത് ശക്തമാണ്. പിന്നെ എന്താണ് ഈ നിലപാട് മാറ്റത്തിന് പിന്നിൽ? ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നിലപാട് രാഷ്ട്രീയ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മുൻപ് വളരെ സൗഹൃദപരമായ സമീപനം പുലർത്തിയിരുന്ന ട്രംപ് ഇപ്പോൾ യുക്രൈന് അനുകൂലമായി നിലപാട് മാറ്റിയത് പലരെയും അത്ഭുതപ്പെടുത്തി. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ പ്രതികരണം. യൂറോപ്യൻ യൂണിയന്റെ പിന്തുണയോടെ യുക്രൈൻ ഈ പോരാട്ടത്തിൽ വിജയിക്കുമെന്നും 2022 മുൻപുള്ള അതിർത്തികൾ തിരികെ പിടിക്കുമെന്നും ട്രംപ് പറയുന്നു. ട്രംപിന്റെ ഈ മാറ്റം യുക്രൈൻ വിഷയത്തിൽ ഒരു പരിഹാരമുണ്ടാക്കാൻ തനിക്ക് സാധിക്കുമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമായും കണക്കാക്കാം. അതേസമയം ഇത് റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. റഷ്യ യുക്രൈൻ സംഘർഷം രക്തപങ്കിലമായി തുടരുന്നതിനിടയിലും അമേരിക്ക തന്റേതായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഇടപെടലുകൾ നടത്തുന്നു എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ നിലപാട് പലപ്പോഴും സമാധാനത്തിനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനു പകരം രാഷ്ട്രീയ പ്രസക്തി നിലനിർത്താനുള്ള വിദേശ നയത്തിലെ ഇരട്ടത്താപ്പുകളിലേക്കാണ് വഴിമാറുന്നത്. മാത്രമല്ല, പാശ്ചാത്യ രാജ്യങ്ങളും
യുക്രൈന്റെ അമേരിക്ക ഉൾപ്പെടെയുള്ള സ്പോൺസേഴ്സും കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് റഷ്യ ആരോപിക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ പരാജയപ്പെടുന്നില്ലെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു സമാന്തര യാഥാർത്ഥ്യം സൃഷ്ടിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ UN സുരക്ഷാ കൗൺസിലിനെ പ്രേരിപ്പിക്കുന്നുവെന്നാണ് റഷ്യയുടെ ഐക്യരാഷ്ട്രസഭ ഡെപ്യൂട്ടി അംബാസിഡറായ ദിമിത്രി പോളിയാൻസ്കി ആരോപിച്ചത്. റഷ്യയെ വില്ലനായി ചിത്രീകരിച്ചുകൊണ്ട് റഷ്യ യുക്രൈൻ സംഘർഷം കാലാകാലം നീട്ടിക്കൊണ്ടുപോകാനാണ് അമേരിക്കയും സഖ്യകക്ഷികളായ പാശ്ചാത്യ രാജ്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നതിനുള്ള വ്യക്തമായ തെളിവുകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോളിയാൻസ്കിയുടെ ആരോപണങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. മരവിപ്പിച്ച റഷ്യൻ ആസ്തികൾ കണ്ടുകെട്ടി യുക്രൈന് യുദ്ധം ചെയ്യാൻ ഫണ്ട് ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ വളരെ മുൻപ് തന്നെ റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിച്ചേനെ. പുറത്തുവരുന്ന ഓരോ സംഭവങ്ങളും വ്യക്തമാക്കുന്നതും അതുതന്നെയാണ്. റഷ്യയെ പൂർണ്ണമായി അപലപിക്കാൻ UN പൊതുസഭയ്ക്ക് കഴിഞ്ഞില്ല എന്നത് റഷ്യയെ സംബന്ധിച്ച് ഒരു നയതന്ത്ര വിജയമാണ്. അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും വ്യാഖ്യാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി റഷ്യയ്ക്ക് പറയാനുള്ളതുകൂടി ലോകരാജ്യങ്ങൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. മാത്രമല്ല, ഓന്തിനെ പോലെ നിറം മാറുന്നത് തന്റെ പ്രകൃതമാണ് എന്ന് ഒരിക്കൽ കൂടി ട്രംപിന്റെ പ്രസ്താവനകൾ തെളിയിക്കുകയും ചെയ്യുന്നു. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ റഷ്യക്കെതിരായി യുക്രൈനും യൂറോപ്യൻ യൂണിയനും അവതരിപ്പിച്ച പ്രസ്താവനയ്ക്ക് ലഭിച്ച വലിയ തിരിച്ചടി ലോകശ്രദ്ധ നേടിയിരിക്കുകയാണ്. യുക്രൈനും യൂറോപ്യൻ യൂണിയനും സംയുക്തമായി അവതരിപ്പിച്ച റഷ്യൻ വിരുദ്ധ പ്രസ്താവനയ്ക്ക് 193 അംഗരാജ്യങ്ങളിൽ 36 രാജ്യങ്ങളുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത്. ഇത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിലപാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ കുറഞ്ഞ പിന്തുണ കേവലം ഒരു നയതന്ത്ര തിരിച്ചടി എന്നതിലുപരി ആഗോള രാഷ്ട്രീയത്തിലെ ചില പ്രധാന പ്രവണതകളെയാണ് എടുത്തുകാണിക്കുന്നത്. പാശ്ചാത്യ സഖ്യത്തിന് പുറത്തുള്ള രാജ്യങ്ങളുടെ ഒരു വിടവാണ് ഇത് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. റഷ്യ യുക്രൈൻ സംഘർഷം ആരംഭിച്ച ആദ്യ നാളുകളിൽ UN പൊതുസഭയിൽ റഷ്യയെ അപലപിച്ചുകൊണ്ടുള്ള പ്രമേയങ്ങൾക്ക് 140-ലധികം രാജ്യങ്ങളുടെ പിന്തുണ ലഭിച്ചിരുന്നു. എന്നാൽ നിലവിലെ 36 രാജ്യങ്ങളുടെ പിന്തുണ പ്രധാനമായും യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിലും അമേരിക്ക, കാനഡ, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ പാശ്ചാത്യ സഖ്യകക്ഷികളിലുമാണ് ഒതുങ്ങിയത്. ഇത് വ്യക്തമാക്കുന്നത് യുക്രൈനെ കരുവാക്കി റഷ്യയെ ഒറ്റപ്പെടുത്തുന്നതിനായി പാശ്ചാത്യ രാജ്യങ്ങൾ സ്പോൺസർ ചെയ്ത സംഘർഷമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നത് ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നു തന്നെയാണ്. മാത്രമല്ല, സംഘർഷഭൂമിയിൽ സമാധാനം സൃഷ്ടിക്കാൻ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളാണെന്നും അവർ തിരിച്ചറിയുന്നു. യുക്രൈൻ വിഷയത്തിൽ അമേരിക്കയുടെ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദ തന്ത്രങ്ങളെയാണ് ഈ സംഭവ വികാസങ്ങൾ തുറന്നു കാട്ടുന്നത്. അനന്തമായി തുടരുന്ന സംഘർഷം കാലാകാലം നീട്ടിക്കൊണ്ടു പോകാനാണോ അമേരിക്കയും സഖ്യകക്ഷികളായ പാശ്ചാത്യ രാജ്യങ്ങളും ശ്രമിക്കുന്നത്? അലാസ്കയിൽ ഉയർന്നുവന്ന പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റത് എങ്ങനെയാണ്? ചോദ്യങ്ങൾ നിരവധിയാണ്. നൊബേൽ വേണമെന്ന അതിയായ ആഗ്രഹത്തിൽ മുന്നോട്ട് പോവുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താൻ 7 യുദ്ധങ്ങൾ തീർത്തവനാണ്, ലോക സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നവനാണ്, അതുകൊണ്ട് തീർച്ചയായും നൊബേൽ വേണം. ട്രംപിന്റെ വിചിത്ര അവകാശവാദങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ലോകം കേൾക്കുന്നത്. പക്ഷേ ഇങ്ങനെ നിരന്തരം ആവശ്യപ്പെട്ടാൽ സ്വന്തമാക്കാവുന്നതാണോ നൊബേൽ? എന്താകും ട്രംപിന്റെ നൊബേൽ ഭാവി? US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നൊബേൽ സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചിട്ട് വർഷം കുറച്ചായി. പക്ഷേ അതിന്റെ തീവ്രത വർദ്ധിച്ചത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ടാണ്. 7 വലിയ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചതിന് പകരം സമാധാന നൊബേൽ നേടാൻ താൻ എന്തുകൊണ്ടും അർഹനാണെന്നാണ് ട്രംപിന്റെ നിലപാട്. ഇസ്രായേൽ ഇറാൻ, റുവാണ്ട കോങ്കോ, അമേരിക്ക അസർബൈജാൻ, തായ്ലൻഡ് കംബോഡിയ, ഇന്ത്യ പാകിസ്ഥാൻ, സെർബിയ കൊസോവോ, ഈജിപ്ത് എത്യോപ്യ എന്നീ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ട്രംപിന്റെ ഈ ആഗ്രഹം കണ്ടറിഞ്ഞിട്ടാണ്
പല ലോകരാജ്യങ്ങളും ഇന്ന് പ്രവർത്തിക്കുന്നത്. ഈ രാജ്യങ്ങൾക്കെല്ലാം തങ്ങളുടേതായ മുൻഗണനകളുമുണ്ട്. ചിലർക്ക് രാജ്യങ്ങളുടെ മേൽ ചുമത്തുന്ന അമേരിക്കൻ തീരുവകൾ ഒഴിവാക്കണം. മറ്റു ചിലർക്കാകട്ടെ ട്രംപിന്റെ സ്വാധീനം ഉപയോഗിച്ച് അവരുടെ പ്രദേശങ്ങളിലെ സംഘർഷങ്ങൾ പരിഹരിക്കണം. ആഗോള സമാധാനത്തിന്റെ ദൂതനായി തന്നെ വാഴ്ത്തണമെന്ന ട്രംപിന്റെ തീവ്രമായ ആഗ്രഹത്തെ നടത്തിക്കൊടുക്കാനാണ് അവരുടെ ശ്രമങ്ങൾ. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു എന്ന കാരണം പറഞ്ഞാണ് പാകിസ്ഥാൻ ട്രംപിന്റെ പേര് സമാധാന നൊബേലിന് നോമിനേറ്റ് ചെയ്തത്. എന്നാൽ ട്രംപിന്റെ ഈ ആവശ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെവിക്കൊണ്ടില്ലെന്ന് മാത്രമല്ല, എല്ലാ അവകാശവാദങ്ങളും പൂർണ്ണമായി തള്ളിക്കളയുകയും ചെയ്തു. ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അനുവദിച്ചിട്ടില്ല എന്നും ഇന്ത്യ ഉറപ്പിച്ചു പറയുകയും ചെയ്തു. റഷ്യൻ ഇന്ധനത്തിന് US ഇന്ത്യക്കുമേൽ അധിക തീരുവ ചുമത്താനും വ്യാപാര യുദ്ധം രൂക്ഷമാകാനും ഇത് കാരണമായതായി വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നിട്ടും ട്രംപ് തന്റെ അവകാശവാദം ആവർത്തിക്കുകയാണ് ചെയ്തത്. ഇന്ത്യ പാക് യുദ്ധം തടഞ്ഞതിന്റെ പേരിൽ തനിക്ക് നൊബേൽ സമ്മാനം ലഭിക്കാൻ അർഹതയുണ്ടെന്ന് വാദിക്കാൻ തുടങ്ങുകയും ചെയ്തു. ജൂലൈ 9 ട്രംപിന്റെ നയതന്ത്ര ഇടപെടലുകളെ അഭിനന്ദിച്ച് അർമീനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പാഷിനിയാനും അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവും രംഗത്തെത്തിയിരുന്നു. ട്രംപ് നൊബേൽ സമ്മാനം അർഹിക്കുന്നുണ്ടെന്ന് ഇരുവരും പ്രസ്താവിക്കുകയും നൊബേൽ കമ്മിറ്റിക്ക് സംയുക്തമായി അപ്പീൽ നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇവർക്ക് പുറമെ ഇസ്രായേൽ, കംബോഡിയ എന്നീ രാജ്യങ്ങൾ നേരത്തെ തന്നെ സമാനമായ ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നു. സമാധാനത്തിനായി ട്രംപ് ചെയ്ത കാര്യങ്ങൾ നൊബേൽ സമ്മാനത്തിന് അർഹമാണെന്നാണ് ഈ രാജ്യങ്ങളുടെ വാദം. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിനായി രാഷ്ട്രീയ താൽപര്യങ്ങളെ പോലും ദുരുപയോഗം ചെയ്യുന്ന പുതിയൊരു നീക്കത്തിന് ലോകം സാക്ഷ്യം വഹിക്കുകയാണ്. ആഗോള സഹകരണത്തെയും നയതന്ത്ര മര്യാദകളെയും നിരന്തരം ദുർബലപ്പെടുത്തിയ ഒരു ഭരണാധികാരി യഥാർത്ഥ സമാധാനത്തിന് പ്രതീകമായി അവതരിപ്പിക്കപ്പെടുമ്പോൾ ഈ പുരസ്കാരത്തിന്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു. ട്രംപിന്റെ മുൻകാല നയങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ ഈ ആവശ്യത്തിനു പിന്നിൽ നയതന്ത്രപരമായ നേട്ടങ്ങൾക്കായുള്ള തന്ത്രപരമായ നീക്കങ്ങളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ പിന്തുണ നേടാനും രാജ്യാന്തര തലത്തിൽ തങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കാനുമുള്ള തന്ത്രപരമായ നീക്കങ്ങളാകാം ഇത് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഈ രാജ്യങ്ങൾ നിലവിൽ നേരിടുന്ന രാഷ്ട്രീയ സൈനിക സാഹചര്യങ്ങൾ അവരുടെ നിലപാടുകളെ സ്വാധീനിക്കുന്നുണ്ട്. ഇറാനിൽ യുദ്ധകാഹളം മുഴക്കിയതും റഷ്യക്കെതിരായ യുദ്ധത്തിൽ യുക്രൈന് ആയുധവും ധനവും നൽകിയതും ട്രംപ് തന്നെയാണ്. യുക്രൈനിലെ റഷ്യയുടെ 3.5 വർഷം പഴക്കമുള്ള യുദ്ധമോ ഗാസയിലെ ഹമാസുമായുള്ള ഇസ്രായേലിന്റെ സംഘർഷമോ അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. സമാധാനത്തിന്റെ ദൂതനായി വാഴ്ത്തപ്പെടാൻ ആഗ്രഹിക്കുമ്പോഴും ട്രംപിന്റെ തർക്കഭൂമികളിലെ കരാറുകളും വിശകലനം ചെയ്യുമ്പോൾ പല കരാറുകൾക്കും ദീർഘാടിസ്ഥാനത്തിൽ നിലനിൽപ്പില്ല. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകുന്നത് സായുധ സംഘർഷം കുറയ്ക്കുന്നതിനും മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അനുരഞ്ജനം വളർത്തുന്നതിനുമുള്ള ശ്രമങ്ങൾക്കുള്ള അംഗീകാരമായാണെന്നും മറന്നുപോകരുത്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഒരു വലിയ അംഗീകാരമാണ്. അത് ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചവർക്ക് ലഭിക്കേണ്ടതാണ്. ട്രംപിന്റെ നയങ്ങൾ യഥാർത്ഥത്തിൽ സമാധാനത്തിന് എത്രത്തോളം സംഭാവന നൽകിയിട്ടുണ്ട് എന്നത് നിഷ്പക്ഷമായി വിലയിരുത്തേണ്ട ഒന്നാണ്. അടുത്ത മാസം 11 ലോകം കാത്തിരിക്കുന്ന, പ്രത്യേകിച്ച് ട്രംപ് കാത്തിരിക്കുന്ന നൊബേൽ പ്രഖ്യാപനമാണ്. കാത്തിരിക്കാം. ലോകത്തിലെ വലിയ ശക്തികൾക്ക് പോലും തടയാൻ കഴിയാത്ത രീതിയിൽ ഉത്തര കൊറിയ തങ്ങളുടെ ആണവശേഷി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേതെങ്കിലും രാജ്യങ്ങളോടുള്ള ഭീഷണിയല്ല, മറിച്ച് പ്രതിരോധം മാത്രമാണ് പിന്നിൽ. പക്ഷേ ഏതൊരാക്രമണത്തിനും തയ്യാറാണെന്ന മുന്നറിയിപ്പും മറുവശത്തുണ്ട്.
വർഷങ്ങളായുള്ള ഉപരോധങ്ങളെയും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെയും അവഗണിച്ച് ദേശീയ സുരക്ഷയും സ്വയംഭരണവും ഉറപ്പാക്കാനുള്ള ഉത്തര കൊറിയയുടെ ഉറച്ച ലക്ഷ്യമാണ് വീണ്ടും വീണ്ടും തെളിയുന്നത്. ദക്ഷിണ കൊറിയയുടെ ഇന്റലിജൻസ് ഏജൻസികളുടെ കണക്കനുസരിച്ച് 2000 കിലോഗ്രാം വരെ ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം ശേഖരം ഉത്തര കൊറിയയുടെ കൈവശമുണ്ട്. ഉത്തര കൊറിയ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെന്നും യുറേനിയം സമ്പുഷ്ടീകരണ പരിപാടികൾ രഹസ്യമായി തുടരുന്നുണ്ടെന്നും പൊതുവെ അറിയാമെങ്കിലും ഈ ഭീമമായ അളവ് ആദ്യമായാണ് ഒരു ദക്ഷിണ കൊറിയൻ ഉദ്യോഗസ്ഥൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. മാത്രമല്ല, യുറേനിയത്തിന്റെ ഈ അളവ് ആണവായുധങ്ങളുടെ നിർമ്മാണ ശേഷിയിൽ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് സൂചിപ്പിക്കുന്നത്. ഒരു ആണവ ബോംബ് നിർമ്മിക്കാൻ വെറും 5 മുതൽ 6 കിലോഗ്രാം മാത്രം യുറേനിയം മതിയെന്നിരിക്കെ ഈ ഭീമമായ ശേഖരം ഉത്തര കൊറിയയ്ക്ക് വലിയ തോതിൽ ആണവായുധങ്ങൾ സൃഷ്ടിക്കാൻ ശക്തി നൽകുന്നു. വിമർശകർ ഇതിനെ ഭീഷണിയായി കാണുമ്പോഴും പിന്തുണയ്ക്കുന്നവർക്കിത് വിദേശാക്രമണത്തിനെതിരായ നിയമാനുസൃതമായ പ്രതിരോധവും സ്വാതന്ത്ര്യത്തിന്റെയും ഉറച്ച കവചമാണ്. അമേരിക്കയുമായി ഭാവിയിൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ദക്ഷിണ കൊറിയയുടെ ഈ വെളിപ്പെടുത്തൽ വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. 2019 ഉച്ചകോടി പരാജയപ്പെട്ട ശേഷം തങ്ങളുടെ ആണവായുധ ശേഖരം ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് ഉത്തര കൊറിയ ആവർത്തിക്കുകയും പിന്നീട് ഉത്തര കൊറിയയെ സ്വന്തം ഒരു ആണവ രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ പുതിയ യുറേനിയം ശേഖരത്തെക്കുറിച്ചുള്ള കണക്കുകൾ ആണവ നിരായുധീകരണ ചർച്ചകൾ പുനരാരംഭിക്കുമ്പോൾ ഉത്തര കൊറിയയുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ആണവായുധങ്ങൾ ഉപേക്ഷിക്കാൻ നിർബന്ധിക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ പിന്നീട് അമേരിക്ക എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നതും ലോകത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ആണവ നിരായുധീകരണത്തിനുള്ള ഒരു വഴിയും തേടില്ലെന്ന ഉത്തര കൊറിയയുടെ കടുത്ത നിലപാടിനെ ഇത് കൂടുതൽ ശക്തിപ്പെടുത്തും. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഭീഷണിക്ക് മുന്നിൽ തല കുനിക്കില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ. നിരന്തരം ആശങ്കകൾ ഉയർത്തി ഈ രാജ്യങ്ങൾ സംഘർഷം വർദ്ധിപ്പിക്കുമ്പോൾ അവയെ പ്രതിരോധിക്കാൻ രഹസ്യായുധങ്ങൾ വികസിപ്പിച്ചെന്ന സൂചനകളും പുറത്തുവരുന്നു. ഇതിലൂടെ സൈനിക ശക്തിയും സ്വയം പര്യാപ്തതയും ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഉത്തര കൊറിയ. ഈ പ്രഖ്യാപനങ്ങൾ ഉത്തര കൊറിയയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ദൃഢനിശ്ചയം വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഭീഷണികളെ നേരിടാൻ ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഉത്തര കൊറിയ എത്രത്തോളം തയ്യാറാണെന്നും ഇത് കാണിക്കുന്നുണ്ട്. പുതിയ രഹസ്യായുധങ്ങളെക്കുറിച്ചുള്ള കിമ്മിന്റെ വെളിപ്പെടുത്തൽ ആഗോള സൈനിക ശക്തികളെ പോലും ഞെട്ടിക്കുന്നതാണ്. ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഉത്തര കൊറിയയുടെ നില കൂടുതൽ ശക്തമാക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. അമേരിക്കയിലെത്താൻ സാധ്യതയുള്ള ഹ്വാസോങ് 20 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിനായി ഉദ്ദേശിച്ച ഖര ഇന്ധന എഞ്ചിന്റെ അന്തിമ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതായി ഉത്തര കൊറിയ പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ കുംസോങ് എന്നറിയപ്പെടുന്ന തന്ത്രപരമായ ആക്രമണ ഡ്രോണുകളുടെയും ആളില്ലാ തന്ത്രപരമായ രഹസ്യാന്വേഷണ വിമാനത്തിന്റെയും പരീക്ഷണങ്ങളും നടത്തിവരുന്നു. എഐയിൽ പ്രവർത്തിക്കുന്ന സൂയിസൈഡ് ഡ്രോണുകളുടെ പരീക്ഷണങ്ങളും വിജയകരമായി പൂർത്തീകരിക്കാനായെന്നും അവകാശപ്പെടുന്നു. അടുത്തിടെ ട്രംപിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ പങ്കുവെച്ച കിം ജോങ് ഉൻ ചർച്ചകൾക്ക് താൽപര്യമുണ്ടെന്ന് സൂചന നൽകിയെങ്കിലും ആണവായുധങ്ങളെക്കുറിച്ചുള്ള തന്റെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ നിലപാട് അമേരിക്കയുമായുള്ള ഭാവി ചർച്ചകൾക്ക് വലിയ വെല്ലുവിളിയാകും. സമാധാനപരമായ സഹവർത്തിത്വം വേണമെങ്കിൽ അമേരിക്ക അവരുടെ നിലപാട് മാറ്റണമെന്ന് കിം ആവശ്യപ്പെട്ടിരുന്നു. ഉത്തര കൊറിയയുടെ കടുംപിടുത്തം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രതിസന്ധിക്ക് തന്നെ കാരണമായേക്കാം. ഇത് ഭീഷണിയെന്നോ ഭീകരതയെന്നോ കാണാതെ സ്വയം ഭരണത്തിനും ദേശീയ അഭിമാനത്തിനും വേണ്ടിയുള്ള ഒരു ചരിത്രപരമായ പ്രതിരോധ മാർഗമാണെന്ന് നിലവിൽ വിലയിരുത്താം. ഇതോടെ ലോകരാഷ്ട്രങ്ങൾ എത്ര സമ്മർദ്ദം ചെലുത്തിയാലും ആർക്ക് മുന്നിലും വഴങ്ങില്ലെന്ന് ഒരിക്കൽ കൂടി വിളിച്ചു പറയുകയാണ് ഉത്തര കൊറിയ. വിമർശനങ്ങൾ ട്രംപിന് പണ്ടേ ഇഷ്ടമല്ല. നടപടി ഭയക്കുന്നവർ വിമർശിക്കാൻ നിൽക്കുകയുമില്ല. ഭയമേതുമില്ലാത്ത ജിമ്മി കിമ്മൽ എന്ന അവതാരകൻ ഒളിമറകളില്ലാതെ ഉള്ളത് പറഞ്ഞു കളയും. പക്ഷേ ഡിസ്നിയുടെ ഉടമസ്ഥതയിലുള്ള ABC നെറ്റ്വർക്ക്
ജിമ്മിയുടെ ഷോ തന്നെ ഒറ്റയടിക്ക് അവസാനിപ്പിച്ചു കളഞ്ഞു. ട്രംപിന്റെ സുഹൃത്ത് ചാർലി കിർക്കിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കിമ്മൽ നടത്തിയ ചില പരാമർശങ്ങളാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. വിഷയം ട്രംപിനെ ചൊടിപ്പിച്ചു. പക്ഷേ ഷോ അവസാനിപ്പിച്ചിടത്തു നിന്ന് ജിമ്മി കിമ്മൽ എന്ന അവതാരകൻ ഉയർന്നത് പുതിയ തലങ്ങളിലേക്കാണ്. ചാനൽ റേറ്റിംഗ് പാടെ തകർന്നു. പിടിച്ചു നിൽക്കാൻ കിമ്മലിനെ തിരിച്ചെത്തിക്കേണ്ടി വന്നു ഡിസ്നിക്ക്. അക്ഷരാർത്ഥത്തിൽ ജിമ്മി കിമ്മലിന് മുന്നിൽ തോറ്റുപോയത് ട്രംപ് തന്നെയാണ്. ജിമ്മി കിമ്മൽ ഒരു ഹാസ്യ നടനും ABC നെറ്റ്വർക്കിലെ ലേറ്റ് നൈറ്റ് ഷോ അവതാരകനുമാണ്. കൂടാതെ ട്രംപിന്റെ കടുത്ത വിമർശകനും തത്വത്തിൽ ട്രംപിന്റെ ശത്രുവും. ചാർലി കിർക്കിന്റെ കൊലപാതകം ലോക രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിച്ചിരുന്നു. അതിനിടെയാണ് ട്രംപ് അനുകൂലികളായ മാഗ ഗാങ്ങിലെ പലരും ചാർലി കിർക്കിന്റെ കൊലപാതകം മുതലെടുക്കാൻ ശ്രമിക്കുന്നുവെന്നും ട്രംപിന്റെ സങ്കടം ഗോൾഡ് ഫിഷിനെ നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടേതിന് സമാനം മാത്രമാണെന്നും ഹാസ്യരൂപേണ ലേറ്റ് നൈറ്റ് ഷോയിൽ കിമ്മൽ വിമർശിച്ചത്. ട്രംപ് അനുകൂലികളെ പരാമർശം പൊള്ളിച്ചപ്പോൾ തന്നെ കിമ്മലിന്റെ ഷോ നിർത്തിവെക്കാൻ ഡിസ്നിയുടെ ഉടമസ്ഥതയിലുള്ള ABC നെറ്റ്വർക്ക് തീരുമാനിച്ചു. ഡൊണാൾഡ് ട്രംപ് കിമ്മലിന്റെ ഷോ നിർത്തിവെച്ചതിനെ അമേരിക്കയ്ക്ക് സന്തോഷ വാർത്ത എന്നാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ ആ ലൈവ് ഷോ നിർത്തിയതിന് ABCക്ക് അഭിനന്ദനം പറഞ്ഞു തീരും മുൻപ് ABCയെ പാഠം പഠിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തേണ്ടി വന്നു ട്രംപിന്. കാരണം മറ്റൊന്നുമല്ല, കിമ്മലിനെ സസ്പെൻഡ് ചെയ്തതോടെ ചാനലിന്റെ റേറ്റിംഗ് പൊടുന്നനെ താഴെ വീണു. ചാനലിനെതിരെ ബഹിഷ്കരണ ഭീഷണികൾ അണപൊട്ടി. $4 ബില്യൺ നഷ്ടം സംഭവിച്ചു. പിടിച്ചു നിൽക്കാൻ ജിമ്മി കിമ്മലിനെ തിരിച്ചു കൊണ്ടുവരാതെ നിവർത്തിയില്ലെന്ന് ABC നെറ്റ്വർക്ക് മനസ്സിലാക്കി. ജിമ്മി കിമ്മലിന് അമേരിക്കയിലുള്ള സ്വാധീനം കൂടി തെളിയിച്ച നിമിഷമായിരുന്നു. അമേരിക്കയിൽ വലിയ സംവാദങ്ങൾക്ക് ഇത് വഴിവെച്ചു. രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം അടിച്ചമർത്തുന്നതായി വിമർശനമുണ്ടായി. കിമ്മലിന്റെ ധീരമായ നിലപാടുകളെ അദ്ദേഹത്തിന്റെ ആരാധകർ പിന്തുണച്ചു. ഒരു ഹാസ്യ നടൻ എന്നതിലുപരി വലിയ വെല്ലുവിളികൾ വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ് ഇവിടെ തെളിഞ്ഞതെന്ന് മാധ്യമ നിരീക്ഷകർ അഭിപ്രായപ്പെട്ടു. ഡിസ്നിക്ക് അവിസ്മരണീയമായ കഥാപാത്രങ്ങളെ നൽകിയ മാർട്ടിൻ ഷോർട്ട്, ടോം ഹാങ്ക്സ് തുടങ്ങിയ 400-ലധികം സെലിബ്രിറ്റികൾ കിമ്മലിനെ പിന്തുണച്ച് രംഗത്തെത്തി. ഇത് ജിമ്മി കിമ്മലിന്റെ ഷോയുടെ റേറ്റിംഗിന് പുതുജീവനേകി. തന്നെ റദ്ദാക്കാൻ ട്രംപ് ശ്രമിച്ചുവെന്നും എന്നാൽ അത് തന്റെ ഷോയ്ക്ക് കൂടുതൽ കാഴ്ചക്കാരെ നേടിക്കൊടുക്കാൻ സഹായിക്കുകയാണ് ചെയ്തതെന്നും കിമ്മൽ തന്നെ പരിഹസിച്ചു. ഒരു പ്രസിഡന്റിന് ഇഷ്ടമല്ലാത്ത ഒരു ഹാസ്യ നടനെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നത് അമേരിക്കൻ വിരുദ്ധമാണെന്ന് കിമ്മൽ ഊന്നി പറഞ്ഞു. ഷോയിൽ തിരിച്ചെത്തിയ ജിമ്മി കിമ്മൽ മാപ്പ് പറയുമെന്ന് ട്രംപ് അനുകൂലികൾ വെറുതെ മോഹിച്ചു. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, തന്റെ വിമർശകർക്ക്, പ്രത്യേകിച്ച് ട്രംപിന് മുന്നിൽ താൻ വഴങ്ങില്ലെന്ന് കിമ്മൽ പ്രഖ്യാപിച്ചു. പക്ഷേ ചാർലി കിർക്കിന്റെ മരണത്തെക്കുറിച്ച് താൻ നടത്തിയ പരാമർശങ്ങൾ ചിലർക്ക് അരോചകമായി തോന്നിയെന്ന് കിമ്മൽ സമ്മതിച്ചു. പക്ഷേ മാപ്പ് പറഞ്ഞില്ല. മാപ്പ് പറയാത്തത് ട്രംപിനെയും അനുകൂലികളെയും ചൊടിപ്പിച്ചു. എങ്കിലും അമേരിക്കൻ ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾക്കുള്ള സ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന സംവാദത്തിനാണ് ഇവിടെ തുടക്കമായത്. ഒപ്പം ട്രംപും മാധ്യമങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന ശത്രുതയുടെ ഒരു പുതിയ അധ്യായം കൂടി തുറന്നിരിക്കുന്നു. യുദ്ധങ്ങൾ ഒരിക്കൽ അവസാനിക്കും. നേതാക്കൾ കൈകൊടുത്ത് പിരിയും. ലാഭനഷ്ടങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ ആര് നേടി എന്ന് ചോദിച്ചാൽ നഷ്ടപ്പെട്ടത് നിരപരാധികൾക്ക് മാത്രമാണെന്ന ഉത്തരമുണ്ടാകും. തന്റെ ഭൂമി വിറ്റതാരാണെന്ന് അവർക്കറിയില്ലായിരിക്കും. പക്ഷേ വില കൊടുത്തവരെ കാലം കാട്ടിക്കൊടുക്കും. വരും തലമുറ കണക്കു ചോദിക്കാതെ കടന്നുപോകില്ല. സമാധാനം സ്വപ്നം കണ്ട് കാത്തിരിക്കാം.